മൂന്നാം മോദി സർക്കാർ എന്ന പ്രഭാവം മങ്ങി ലോക്സഭയിൽ കഷ്ടിച്ചു കടന്നുകൂടിയ ബി.ജെ.പിക്ക് ആർ.എസ്.എസിൽ നിന്നടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പരാമർശിച്ചുകൊണ്ട് ആർ.എസ്.എസ് മുഖപത്രമായ ഓർഗനൈസറിലടക്കം ലേഖനങ്ങൾ വന്നുകഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് വർഷാവസാനത്തോടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെയും പാളിയാൽ അവരുടെ ആരോപണങ്ങൾ ശരിവെക്കും വിധം കാര്യങ്ങൾ എത്തിച്ചേരും. അങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ മോദിയും അമിത് ഷായും തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അടിപതറിയ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇറങ്ങിക്കളിക്കാനാണ് ബി.ജെ.പി തീരുമാനം. ഇതിന്റെ ഭാഗമായി ഈ വർഷം അവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, ജാർഖണ്ഡ്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിൽ കേന്ദ്രമന്ത്രിമാർക്കാണ് ബി.ജെ.പി ചുമതല നൽകിയിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്ന് രണ്ടാഴ്ചയ്ക്കിപ്പുറമാണ് തിരിച്ചടി നേരിട്ട സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബി.ജെ.പി തീരുമാനിച്ചത്. മഹാരാഷ്ട്രയിൽ 2 കേന്ദ്രമന്ത്രിമാരെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മന്ത്രി ഭൂപേന്ദ്ര യാദവിനെയും അശ്വിനി വൈഷ്ണവിനുമാണ് സംസ്ഥാനത്തിന്റെ ചുമതല. ലോക്സഭയിലേത് സമാനമായി നിയമസഭയിലേക്കും ഒന്നിച്ച് മത്സരിക്കാനാണ് പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയുടെ തീരുമാനം. ശിവസേന, കോൺഗ്രസ്, എൻ.സി.പി നേതാക്കൾ സംയുക്തമായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങൾക്കിടയിൽ വലിയേട്ടനില്ലെന്നും സാഹചര്യം പരിശോധിച്ച് ഓരോ സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് എം.വി.എ സഖ്യം അറിയിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സഖ്യം. എൻ.സി.പി പിളർത്തി അജിത് പവാർ പക്ഷം മറുപക്ഷത്ത് ചേക്കേറിയതിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. ജാർഖണ്ഡ് മുക്തി മോർച്ച ഭരിക്കുന്ന ജാർഖണ്ഡിലും ഭരണം പിടിക്കാനുള്ള നീക്കം ബി.ജെ.പി ശക്തമാക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ചാമ്പായി സോറനാണ് മുഖ്യമന്ത്രി. ഇവിടെ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൗഹാനാണ് ചുമതല നൽകിയിരിക്കുന്നത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ചൗഹാനെ സഹായിക്കാനെത്തും. തുടർഭരണത്തിന് നിലമൊരുങ്ങിയ മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് ചുമതല ഭൂപേന്ദ്ര യാദവിനും അശ്വിനി വൈഷ്ണവിനുമായിരുന്നു. ഈ ക്രെഡിറ്റ് പരിശോധിച്ചു കൂടിയാവണം ഇരുവരെയും പ്രധാനപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ നിയോഗിക്കാൻ ബി.ജെ.പി തീരുമാനിച്ചത്. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കാണ് ജമ്മു കാശ്മീരിന്റെ ചുമതല. 2014 ശേഷവും 19 പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ ശേഷവുമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ബി.ജെ.പി പ്രതിസന്ധി നേരിടുന്ന ഹരിയാനയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ചുമതല. അദ്ദേഹത്തിനൊപ്പം ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബിനെയും നിയോഗിച്ചിട്ടുണ്ട്.